ഹായ്. ഒരു വീട് നിർമ്മിക്കുന്ന ഏതൊരാളുടെയും ഒരു ആഗ്രഹമായിരിക്കും ആ വീടിൻ്റെ ഇൻറ്റീരിയർ അതിമനോഹരമാക്കുക, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഡിസൈൻ ചെയ്ത് ആ ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കംപ്ലൈൻ്റ് ആണ്, വീട് പണിയൊക്കെ തീരുന്ന ആ ഒരു സമയത്ത് അവരുടെ എക്സ്പെക്റ്റേഷൻസ് പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഒരുപാട് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റ്സ് നമ്മൾ റെഗുലറായിട്ട് കേൾക്കാറുണ്ട്. ഇത്രയേറെ പണമൊക്കെ മുടക്കി നമ്മളുടെ ലൈഫിലെ വലിയൊരു ഡ്രീമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ വീട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെ പല പാളിച്ചകളും പറ്റി, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്? അത് വളരെ കോമൺ ആയിട്ട് മിക്കവരും തന്നെ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഒരു മിസ്റ്റേക്ക് അല്ല, കുറച്ച് മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ആർക്കിടെക്റ്റ് ആര്യ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇൻറ്റീരിയർ ഡിസൈൻ, അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ടത്, എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മളുടെ ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്താണ്? ഇന്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ബ്യൂട്ടിഫിക്കേഷൻ എന്നുള്ള സൈഡ് മാത്രമാണ് ചിന്തിക്കാറെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആദ്യം ഒരു റൂം ഡിഫൈൻ ചെയ്യുന്നു, പിന്നെ അതിനകത്തേക്ക് കുറേ ഫർണിച്ചേഴ്സ് ഇൻപുട്ട് ചെയ്യുക, പിന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ വാൾപേപ്പേഴ്സ്, ഫോട്ടോസ്, പിന്നെ ഫോൾ സീലിംഗ്, അതാണ് മെയിൻ. ഫോൾ സീലിംഗ് കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് കുത്തി നിറച്ചാൽ അതിന് ഒരു പ്രോപ്പർ ഇൻറ്റീരിയർ ആവുമോ ശരിക്കും? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു റൂമിൽ പോയി പീസ്ഫുള്ളി ഇരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇൻപുട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. വേണ്ട കാര്യങ്ങൾ വേണ്ടത്രയും മാത്രം നമ്മൾ ഒരു റൂമിലേക്ക് അതിൻ്റെ ഒരു ഡിസൈനും എസ്തെറ്റിക്സും ഒക്കെ കൺസിഡർ ചെയ്ത്, അതിൻ്റെ ഫങ്ഷനാലിറ്റി ഒക്കെ കൺസിഡർ ചെയ്ത് ചെയ്യുമ്പോഴാണ് അതൊരു ഡിസൈൻഡ് വീട് അല്ലെങ്കിൽ ഒരു ഡിസൈൻഡ് റൂം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ എങ്ങനെയാണ് റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കുക? നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആർക്കാ? നമുക്ക് തന്നെയല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ച് തുടങ്ങി ആദ്യമായിട്ട് നമ്മളൊരു ആർക്കിടെക്റ്റിനെയോ ഒരു ഡിസൈനറെയോ ആരെയാണോ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്, അതിന് മുൻപായിട്ട് നമ്മൾ തന്നെ, ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, നമ്മളൊന്ന് ഗ്യാദർ ചെയ്തിരുന്ന് നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഓരോരുത്തരും മോർണിംഗ് ടു നൈറ്റ് ഇല്ലെങ്കിൽ ഒരു 1 വീക്കിലെ റൂട്ടീൻ എടുത്തോളൂ, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട്. എന്തൊക്കെയാണ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് വന്ന് ഇപ്പോൾ യോഗ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുണ്ട്, അവർക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് വേണമെന്ന് കരുത്. അത് നമ്മൾ വീട് ചെയ്ത് 4 ബെഡ്റൂമിലൊരു വീട് ചെയ്ത് വന്ന് പിന്നീട് നമുക്കത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കില്ല. അപ്പൊ അത് അയാളുടെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. ഇല്ലെങ്കിൽ ഒരു ചായ കുടിച്ചൊരു ന്യൂസ് പേപ്പർ വായിക്കുക, അങ്ങനെ ഒരു സ്പേസ് വേണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക് ആയിട്ടുള്ള റൂട്ടീനിൽ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തൊക്കെയാണോ ഒരാളുടെ മോർണിംഗ് ടു ഈവനിങ് അവർ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ആ കാര്യങ്ങളെ ഈസിയർ ആക്കാൻ എന്തൊക്കെ സ്പേസസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. മനസ്സിലായില്ല? അതായത് അതിൻ്റെ റിക്വയർമെന്റ് എത്രത്തോളം ഇൻപുട്ട് നിങ്ങൾ ആ റിക്വയർമെന്റിൽ ഇടുന്നോ അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഒരു നിങ്ങളുടെ ആർക്കിടെക്റ്റിന് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അതാണ് ഒരു നല്ല ഡിസൈനർ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്കത് കിടന്നുറങ്ങാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഡ്രസ്സിങ് വാർഡ്രോബ് ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസസ് ആണ്. ഒരു നോർമൽ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് ഉണ്ടാവും, അത് നമ്മൾ യൂസ് ചെയ്യും. അതിന് ഡ്രസ്സിങ് ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ചിലരിപ്പോൾ ബെഡ്റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റീഡിങ് കോർണർ കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് വാർഡ്രോബ്സിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഒരു റീഡിങ് സ്പേസ് ഒക്കെ പോലെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ റിക്വയർമെന്റ്സ് ഒരു ബെഡ്റൂമിൽ വരുന്നു. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു റൂം ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ആ റൂമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അയാളുടെ ആ ഒരു ഡെയിലി റൂട്ടീൻ നടക്കാൻ വേണ്ട രീതിയിലാണ് നമ്മൾ ആ റൂമിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് ഒരു റൂം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ റൂമിനെ ഫങ്ഷണലിയും എസ്തെറ്റിക്കലിയും അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇന്റീരിയർ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ്, അതിലുപയോഗിക്കുന്ന ടെക്സ്റ്റേഴ്സ്, അതിലിടുന്ന ഫർണിച്ചേഴ്സിൻ്റെ ഫോംസ്, ലൈറ്റിംഗ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ സ്റ്റൈലിനെ ഡിഫൈൻ ചെയ്യുന്നത്.
അപ്പോൾ ഓരോ സ്റ്റൈലിനെ പറ്റിയും എന്തൊക്കെ എലമെന്റ്സ് ആണ് ആ സ്റ്റൈലിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അത് നിങ്ങളുടെ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എപ്പോഴും നിങ്ങൾക്ക് തരാൻ അവർക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ഔട്ട് ചെയ്ത് നിങ്ങളൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ എറേഴ്സ് വരാനുള്ള ചാൻസസ് കുറവല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ റിക്വയർമെന്റ്സ് എല്ലാം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വീട് പണിയിൽ മുന്നോട്ട് പോവുക. അതാണ് ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ ഈ രണ്ടാമത്തെ കാര്യമുണ്ടല്ലോ, അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു എസ്തെറ്റിക് പാർട്ട് എന്ന് പറയുന്നത്, അത് നമുക്ക് എപ്പോൾ വേണേലും ചേഞ്ച് ചെയ്യാം. അതായത് നമ്മളൊരു സ്ട്രക്ചർ ചെയ്തിടുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ നിങ്ങളുടെ മൈൻഡ് മാറി നിങ്ങൾക്ക് ഇത് വേറൊരു രീതിയിൽ ഫിനിഷ് ചെയ്യണം തോന്നി, ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ താമസിച്ച് ഒരു 5-6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ നമുക്ക് ഇതിന്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും അതിന്റെ സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറഞ്ഞത് എപ്പോഴും അവിടെ നിൽക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഈ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നതിന് മുൻപ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല രീതിയിലൊരു ഗ്രാഹ്യം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.